നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃപ്രയാറിൽ കുട്ടികളെ ആക്രമിച്ച യുവാവ് അറസ്റ്റിൽ. $5000 കിലോ മുളകുപൊടി വാങ്ങിക്കൊണ്ടുപോയി 11 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ തമിഴ്നാട് സ്വദേശിയായ പ്രതി മുത്തുകുമാറിനെ അറസ്റ്റ് ചെയ്തു. MLA മുരളി പെരുന്നല്ലിയുടെ പൂവത്തൂരിലെ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. തൃശൂർ ആമ്പല്ലൂരിൽ ടോറസ് ലോറിയിൽ ബൈക്ക് തട്ടിമറിഞ്ഞ് ബൈക്ക് യാത്രക്കാരൻ മറ്റൊരു ലോറി ഇടിച്ചു മരിച്ചു. വാർത്തകൾ വിശദമായി. തൃപ്രയാറിൽ കുട്ടികളെ ആക്രമിച്ച യുവാവ് അറസ്റ്റിൽ. തൃപ്പയാർ മേൽപ്പാലത്തിന് മുകളിൽ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരുന്ന കുട്ടികളെ ആക്രമിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. അന്തിക്കാട് പുത്തൻപീടിയ സ്വദേശി അണ്ടിക്കോട്ടിൽ വീട്ടിൽ അജലിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ കേസിൽ മറ്റു പ്രതികളായ ചാഴൂർ സ്വദേശി തൈവളപ്പിൽ വീട്ടിൽ ഗോകുൽ കൃഷ്ണ, പെരുങ്ങോട്ടൂർ സ്വദേശി പറമ്പിൽ വീട്ടിൽ ആദിത്യ കൃഷ്ണ, ചാഴൂർ സ്വദേശി അടിയാറ വീട്ടിൽ നവരി എന്നിവരെ മുമ്പ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട പ്രായപൂർത്തിയാകാത്ത നിയമവുമായി പൊരുത്തപ്പെടാത്ത 2 കുട്ടികൾക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. 5000 കിലോ മുളകുപൊടി വാങ്ങിക്കൊണ്ടുപോയി 11 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ തമിഴ്നാട് സ്വദേശിയായ പ്രതി മുത്തുകുമാറിനെ അറസ്റ്റ് ചെയ്തു. ചേർപ്പ് വല്ലച്ചിറ വില്ലേജ് ചെറുശ്ശേരി സ്വദേശി നടത്തുന്ന കമ്പനിയിൽ നിന്ന് പാലക്കാട് നൂറണി എന്ന സ്ഥലത്ത് ഡയമണ്ട് ട്രേഡിംഗ് കമ്പനി എന്ന സ്ഥാപനം നടത്തിവരുന്ന പ്രതി 5000 കിലോ മുളകുപൊടി തയ്യാറാക്കി നൽകുന്നതിനായി ഓർഡർ നൽകിയിരുന്നു. ആയതിന്റെ പണം കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 7 ദിവസത്തിനുള്ളിൽ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പരാതിക്കാരിയെ പറഞ്ഞു വിശ്വസിപ്പിച്ച് 5000 കിലോ മുളകുപൊടി 2022 ഒക്ടോബർ മാസത്തിലാണ് വാങ്ങിക്കൊണ്ടുപോയത്. തുടർന്ന് പണം നൽകാതെ തട്ടിപ്പ് നടത്തുകയായിരുന്നു. ഈ സംഭവത്തിന് ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരാതിയുമായി നൽകിയതിനെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിലെ പ്രതിയായ തമിഴ്നാട് ഈറോഡ് ജില്ല സുറാമം പെട്ടി സ്വദേശി മുത്തുകുമാറിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPS നേതൃത്വത്തിൽ പോലീസ് തമിഴ്നാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതി ഹാജരാക്കും. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സുബിൻ, GASI ഷാജു, ഷിബിൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിനുള്ളത്. MLA മുരളി പെരുന്നല്ലിയുടെ പൂവത്തൂരിലെ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് മണലൂർ പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാർച്ചിലാണ് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ സംഘർഷം നടന്നത്. പൂവത്തൂർ നഗരസഭാ ഹാളിന് സമീപത്തു നിന്ന് ആരംഭിച്ച മാർച്ച് MLA ഓഫീസിന് സമീപം പാവറട്ടി SHO ആന്റണി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞത്. പോലീസ് വലയം ഭേദിച്ച് മുന്നോട്ട് നീങ്ങുവാനുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമമാണ് സംഘർഷത്തിനിടയാക്കിയത്. പ്രതിഷേധ സമരം AICC അംഗം അനിൽ അക്കര ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. AT സ്റ്റീഫൻ, TK രാജൻ, CI സെബാസ്റ്റ്യൻ, വിജു പാവറട്ടി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ആമ്പല്ലൂരിൽ ടോറസ് ലോറിയിൽ ബൈക്ക് തട്ടിമറിഞ്ഞ് ബൈക്ക് യാത്രക്കാരൻ മറ്റൊരു ലോറി ഇടിച്ചു മരിച്ചു. വരന്തരപ്പള്ളി സ്വദേശി കോപ്പാട്ട വീട്ടിൽ വിജയന്റെ മകൻ 44 വയസ്സുള്ള സുധീഷാണ് മരിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടോറസ് ആമ്പല്ലൂരിൽ അപകടത്തിൽ മറിഞ്ഞ ലോറിയിൽ ഇടിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതിനിടെ ബൈക്കിൽ തട്ടുകയായിരുന്നു. അപകടത്തിൽ നിയന്ത്രണം വിട്ട ബൈക്ക് അതേ ദിശയിൽ വന്ന ലോറിയുടെ അടിയിലേക്ക് മറിയുകയാണ് ഉണ്ടായത്. ലോറിയുടെ പിൻചക്രം ബൈക്ക് യാത്രക്കാരന്റെ തലയിലൂടെ കയറി ഇറങ്ങുകയായിരുന്നു. നാട്ടുകാർ ചേർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒല്ലൂരിലെ INTUC ചുമട്ടുതൊഴിലാളിയായിരുന്നു സുധീഷ്. ഗുരുവായൂരിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കള്ളുഷാപ്പ് മാനേജർ മരിച്ചു. മാണിക്കത്ത് പടി പുളിക്കൽ മനോജാണ് മരിച്ചത്. 48 വയസ്സായിരുന്നു. പുത്തൻപള്ളി മുളങ്കൂട് ഷാപ്പിലെ മാനേജരാണ്. മാണിക്കത്ത് പടി റോഡിൽ മനയത്ത് ക്ഷേത്രത്തിന് സമീപം ഇന്നലെ രാത്രി 9 മണിയോടെയാണ് അപകടമുണ്ടായത്. കള്ളുഷാപ്പ് അടച്ച് വീട്ടിലേക്ക് പോകുന്നതിനിടെ ബൈക്ക് വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റയാളെ ആക്സ് പ്രവർത്തകരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ചികിത്സയിൽ കഴിയുന്നതിനിടെ ഇന്ന് രാവിലെയായിരുന്നു മരണം.
ചാവക്കാട് ചേറ്റുവ ഒറ്റത്തെങ്ങിൽ കാർ നിയന്ത്രണം വിട്ട് കൽവറ്റിന് താഴേക്ക് മറിഞ്ഞ് അപകടം. കോഴിക്കോട് സ്വദേശികളായ 3 പേർക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രിയിലാണ് അപകടം. എറണാകുളം ഭാഗത്തു നിന്ന് വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് കൽവെട്ടിന് താഴേക്ക് തലകീഴായി മറിയുകയായിരുന്നു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. സ്കൂളിൽ ഓണം ആഘോഷിക്കേണ്ടതില്ലെന്ന് രക്ഷിതാക്കൾക്ക് ശബ്ദ സന്ദേശം അയച്ച സംഭവത്തിൽ അധ്യാപികമാർക്ക് സസ്പെൻഷൻ. തൃശൂർ കടവല്ലൂർ സിറാജുലും സ്കൂളിൽ അധ്യാപകരെയാണ് സസ്പെൻഡ് ചെയ്തത്. സ്കൂളിലെ ഓണാഘോഷം നാളെ നടക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. സംഭവത്തിൽ കുന്നംകുളം പോലീസ് കേസെടുത്തിരുന്നു. ഡിവൈഎഫ്ഐയുടെ പരാതിയിലായിരുന്നു നടപടി. ഓണം ഇതര മതസ്ഥരുടെ ആഘോഷമാണെന്നും മുസ്ലിമുകൾ ഇതിൽ പങ്കാളികളാകരുതെന്നും ആവശ്യപ്പെട്ടാണ് അധ്യാപിക രക്ഷിതാക്കൾക്ക് ശബ്ദ സന്ദേശം അയച്ചിരുന്നത്. തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ 8 ബൂത്തുകളിലായി 193 വോട്ടുകളിൽ ക്രമക്കേട് നടന്നതായി DCC പ്രസിഡന്റ് ജോസഫ്. 193 വോട്ടും BJP തന്നെ ചേർന്നതാണ്. ഉദ്യോഗസ്ഥലത്തിലും കുറവ് സംഘമുണ്ട്. ക്രമക്കേടിൽ ഉൾപ്പെട്ട ആളുകളുടെ ID കാർഡുകൾ, ഔദ്യോഗിക രേഖകൾ ലഭ്യമല്ല. വോട്ട് കൊള്ള കുറുവ സംഘം അകത്തും പുറത്തുമുണ്ട്. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ആഹ്വാനമാണ് BJP നേതാക്കൾ നടത്തുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതിനായി ജോസഫ് പറഞ്ഞു. കാട്ടൂർ സിഡ്കോ ഇൻഡസ്ട്രിയലിൽ നിന്നുള്ള രാസപദാർത്ഥങ്ങൾ മണ്ണിൽ കലരുന്നതായി പരാതി. 300ഓളം പൊന്നന നിവാസികൾ കടുത്ത ദുരിതം നേരിടുന്നതായാണ് പരാതി. പൊന്നനത്തെ കമ്പനികളുടെ മലിനീകരണം മൂലം പ്രശ്നങ്ങൾ നേരിടുന്ന പ്രദേശങ്ങൾ RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മെറോഡി സന്ദർശിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം മോളി TS, സമരസമിതി ഭാരവാഹി ജോയ് തോമസ് തുടങ്ങിയവരുമായി അദ്ദേഹം സംസാരിച്ചു. ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തി വെള്ളത്തിന്റെ ഗുണനിലവാരം പരിശോധിച്ച അടിസ്ഥാനത്തിൽ ഈ വെള്ളം ഉപയോഗിക്കാൻ പാടില്ലെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം പ്രദേശനിവാസികളുടെ കിണറുകൾ ഉപയോഗിക്കാൻ കഴിയാത്ത വിധം മലിനമായതായും പറയുന്നു. RJD സംസ്ഥാന കമ്മിറ്റി അംഗം കാവ്യ പ്രദീപ്, മഹിളാ ജനത ജില്ലാ സെക്രട്ടറി കലാ രാജു, ML ജോസ്, PG മിനി, TV ബാബു എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. പെരുവല്ലൂർ പരപ്പുഴ കാളിക്ഷേത്രത്തിൽ മോഷണം. ഇന്ന് പുലർച്ചെയാണ് മോഷണം നടന്നിട്ടുള്ളത്. ക്ഷേത്ര കമ്മിറ്റി ഓഫീസിന്റെ ജനൽ കമ്പി പൊളിച്ച് അകത്തു കയറിയ മോഷ്ടാവും മേൽശാന്തിയുടെ പണമടങ്ങിയ പേഴ്സും മേശയിലുണ്ടായിരുന്ന പണവും 2 സെറ്റ് താക്കോൽ കൂട്ടവും എടുത്തു. ക്ഷേത്രത്തിന്റെ മുൻവശത്ത് സ്ഥാപിച്ചിട്ടുള്ള ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർക്കുകയും പരപ്പുഴ ദത്തന്റെ പ്രതീകാത്മകമായി സ്ഥാപിച്ചിട്ടുള്ള കരിങ്കലിന്റെ മുൻവശത്തുള്ള സീറ്റിൽ ഭണ്ഡാരം എടുത്തുകൊണ്ടു പോവുകയും ചെയ്തു. ഏകദേശം 20,000 രൂപ നഷ്ടപ്പെട്ടതായി ഭാരവാഹികൾ പറഞ്ഞു. പാവറട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇല്ലന്നറയ്ക്ക് 2000-ഓളം നെൽക്കതിർക്കറ്റകൾ എത്തി. പഴുഞ്ഞാന ആലാട്ട് കൃഷ്ണൻകുട്ടിയുടെ കുടുംബം ദേവസ്വത്തിന് നൽകിയ പാടത്ത് കൃഷി ചെയ്ത് 300ഓളം കറ്റകളാണ് എത്തിച്ചത്. ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ ഏറ്റുവാങ്ങി. തുടർന്ന് പാരമ്പര്യ അവകാശികളും ഭക്തരും കറ്റകൾ എത്തിച്ചു. നാളെ രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയുള്ള മുഹൂർത്തത്തിലാണ് ഇല്ലനിറ നടക്കുക. പൂജിച്ച നെൽക്കതിരുകൾ ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്യും. ഇല്ലനിറയോടനുബന്ധിച്ച് പുതുനെല്ല് കൊണ്ടുണ്ടാക്കിയ പായസം ഗുരുവായൂരപ്പന് നിവേദിക്കുന്ന ചടങ്ങായ തൃപ്പൂത്തരി സെപ്റ്റംബർ 2 നടത്തും. പ്രത്യേകം കൗണ്ടർ വഴി ചീട്ടാക്കുന്നവർക്ക് തൃപ്പൂത്തരി പായസം പ്രസാദമായി നൽകും. 1200 ലിറ്റർ പായസമാണ് ഇതിനായി തയ്യാറാക്കുന്നത്. മതിലകം ഗ്രാമപഞ്ചായത്തിലെ ഷാജി കെ അബ്ദു റോഡ് നാടിന് സമർപ്പിച്ചു. പ്രശസ്ത ചിത്രകാരനും സാഹിത്യകാരനുമായിരുന്ന അന്തരിച്ച ഷാജി കെ അബ്ദുവിന്റെ സ്മരണാർത്ഥം നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനം E.T. ടൈസൺ മാസ്റ്റർ MLA നിർവഹിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് അനുവദിച്ച 6 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കോൺക്രീറ്റ് ടൈൽ വിരിച്ച് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. വാർഡ് മെമ്പർ ഹിത രതീഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് TS രാജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുമതി സുന്ദരൻ, പ്രിയ ഹരിലാൽ, പ്രേമാനന്ദൻ, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. അതുകൊണ്ട് തന്നെ ഏത് സ്ഥലത്ത് നടക്കുന്ന റോഡായാലും മറ്റു തരത്തിലുള്ള പ്രവർത്തനമായാലും ആളുകളൊക്കെ പറയും ഇത് വേണ്ടതായിരുന്നു. അത് തന്നെയാണ് വേണ്ടതാണ് ഏറ്റവും വലിയ പരിഗണന. ഷാജി മരിച്ച സമയത്ത് അവിടെ വന്നപ്പോൾ ജനറൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചു. പക്ഷെ പ്രസിഡന്റ് ഒരു റോഡ് ആലപ്പാട് പ്രശ്നമുണ്ടല്ലോ. അതിനുശേഷം പല ആളുകളിൽ നിന്നും നമുക്ക് തരുന്നത് ചേട്ടനോട് നല്ലോണം ഭൂമി വിട്ടുകൊടുത്താണ് ഇവിടെ എന്നോട് പറഞ്ഞത്. അതായത് നമുക്ക് പലതരത്തിലുള്ള ബന്ധങ്ങൾ കൊണ്ടാണ് ഈ റോഡ് ഇങ്ങനെ മനോഹരമായി നിർമ്മിക്കാൻ കഴിയുന്നത്. ഹാർബർ എഞ്ചിനീയറിംഗിന്റെ ഉദ്യോഗസ്ഥരെ മുമ്പിൽ അതിന്റെ ഈ ഉൾപ്പെടെയുള്ള ആളുകൾ ഇരിക്കുന്നുണ്ട്. അവരും ഈ നിർമ്മാണ പ്രവർത്തനം നല്ലവണ്ണം സഹായിച്ചിട്ടുണ്ട് വേഗത്തിലാക്കാൻ. ഇനി അതിനോടനുബന്ധിച്ചുള്ളതിന്റെ ബിജുവിന്റെ വാർഡിൽ മാത്രമാണ്. ബിജുവിന്റെ വാർഡിൽ തീരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിനോടൊപ്പമുള്ള ഒരു വർക്ക് ബിജുവിന്റെ വാർഡിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കണം. നമുക്ക് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ സമയത്ത് ആലോചിക്കണം ഒരേ റോഡിനും വേണ്ടിയിട്ട്. അതേപോലെ തന്നെ മാഷ് ഞങ്ങളോടൊപ്പം കൂടെ ഇപ്പൊ നമുക്കറിയാം കയ്പമംഗലം മണ്ഡലത്തിന്റെ വികസന നായകൻ മാഷ് എന്ന് പറയുന്നതിൽ ഒട്ടും തന്നെ തെറ്റില്ല. ഇപ്പൊ നമ്മുടെ സ്കൂളിന്റെ
പഞ്ചായത്തിന്റെ സ്കൂൾ പാപ്പിനോട്ട് സ്കൂളിന് ബിൽഡിങ്ങിന് വേണ്ടി 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതേപോലെ കളരിപ്പറമ്പ് കളിസ്ഥലത്തിന് വേണ്ടി 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് കെട്ടിട നവീകരണത്തിന് വേണ്ടി 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതേപോലെ ജനശക്തി ക്ലബിന് അതും മതിലകം പഞ്ചായത്തിന് 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അപ്പോ അതേപോലെ ഓരോ സ്കൂളിനും പിന്നെ ഞാൻ എടുത്ത് പറയണത് ഞാൻ എന്റെ പഞ്ചായത്തിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. ഇതേപോലെ കയ്പമംഗലം മണ്ഡലത്തില് എല്ലാ പഞ്ചായത്തിനും ഇതിനേക്കാൾ കൂടുതൽ ഫണ്ട് ചെലവഴിച്ചു. ഇപ്പൊ മാഷ് അതൊക്കെ കൃത്യമായിട്ട് പറയും നല്ല രീതിയിൽ തന്നെ. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മള് റോഡ് പണിത് കഴിഞ്ഞാൽ അവസ്ഥ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഞാനൊരു റോഡ് പണിത് കഴിച്ച് ഇതേപോലത്തെ റോഡ് പണിത് കഴിച്ച് ഞാൻ അവിടെ ചെന്ന് നോക്കി. പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് KS ദിലീപ് കുമാർ അധ്യക്ഷനായി. വാർഡ് മെമ്പർ സുജ ശിവരാമൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം RK ബേബി, ബാങ്ക് വൈസ് പ്രസിഡന്റ് TB ഷാജി, സെക്രട്ടറി CP ഉണ്ണി, ബാങ്ക് ഡയറക്ടർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ വകുപ്പും ഇതേപോലെ സബ്സിഡി നിരക്കിലുള്ള സാധനങ്ങൾ വിറ്റഴിക്കുന്നുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ സാധാരണക്കാരായ ജനങ്ങൾക്കും നല്ല രീതിയിൽ ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ് സർക്കാർ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നത്. നാട്ടിക ബീച്ച് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ BJP നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. നാട്ടിക പള്ളി പരിസരത്ത് നിർമ്മാണത്തിലെ അപാകതം മൂലം ഉണ്ടായിട്ടുള്ള കുഴികളിൽ വീണ് സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി 2-വീലർ യാത്രക്കാർക്കാണ് പരിക്കേൽക്കുന്നത്. വിദേശികൾ ഉൾപ്പെടെ നിരവധി വിനോദസഞ്ചാരികൾ വരുന്ന നാട്ടിക ബീച്ച് റോഡ് പോസ്റ്റ് ഓഫീസിന് പടിഞ്ഞാറോട്ട് പൊട്ടിപ്പൊളിഞ്ഞ് യാത്ര ദുസ്സഹമായിട്ട് മാസങ്ങളായെങ്കിലും അധികാരികളുടെ ഭാഗത്ത് നിന്ന് നടപടികളൊന്നും ഉണ്ടാവാത്തതിൽ BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. BJP പഞ്ചായത്ത് പ്രസിഡന്റ് PV സെന്തിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കരയാവട്ടം സർവീസ് സഹകരണ ബാങ്ക് സഹകരണ വിപണന ഓണച്ചന്ത ആരംഭിച്ചു. കരയാവട്ടം സർവീസ് സഹകരണ ബാങ്ക് സഹകരണ വിപണനം ആരംഭിച്ചു. ഓണച്ചന്തയുടെ ഉദ്ഘാടനം വ്യവസായിയും ഇക്കോവാസ് ഇന്ത്യൻ ട്രേഡ് കമ്മീഷണറുമായ CP സാലി നിർവഹിച്ചു. CP ട്രസ്റ്റ് നടത്തിവരുന്ന സാമൂഹിക നന്മ മുൻനിർത്തി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന CP സാലിനെ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ചേർന്ന് ആദരിച്ചു. കേരള സർക്കാർ കൺസ്യൂമർ ഫെഡ് നിശ്ചയിച്ചിരുന്ന സബ്സിഡി നിരക്കിലാണ് വിൽപ്പന. ആദ്യ വിൽപ്പന TK വിനോദിന് സമ്മാനിച്ചു. ബാങ്ക് പ്രസിഡന്റ് KH കബീർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് സന്തോഷ് മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അജ്മൽ ഷരീഫ്, അനിത, പ്രദീപ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ബാങ്ക് ഡയറക്ടർമാരായ KB ഷംസുദ്ദീൻ, സജിത്രൻ തയ്യിൽ, ഡേവിസ് വാഴപ്പിള്ളി, പ്രവീൺ പൊയ്യാറ, ബിജു നെടിയിരിപ്പിൽ, നിതിൽ കുമാർ ചുള്ളിയിൽ, അമ്പിളി പട്ടാലി, ഉചിത ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃപ്രയാറിൽ കുട്ടികളെ ആക്രമിച്ച യുവാവ് അറസ്റ്റിൽ. $5000 കിലോ മുളകുപൊടി വാങ്ങിക്കൊണ്ടുപോയി 11 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ തമിഴ്നാട് സ്വദേശിയായ പ്രതി മുത്തുകുമാറിനെ അറസ്റ്റ് ചെയ്തു. MLA മുരളി പെരുന്നലിയുടെ പൂവത്തൂരിലെ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. തൃശൂർ ആമ്പല്ലൂരിൽ ടോറസ് ലോറിയിൽ ബൈക്ക് തട്ടിമറിഞ്ഞ് ബൈക്ക് യാത്രക്കാരൻ മറ്റൊരു ലോറി ഇടിച്ചു മരിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.